അപകടം സംഭവിച്ചറിഞ്ഞ് രമേശ് അജയ് ഹോസ്പിറ്റലിലെത്തി. ഗൗതമായിരുന്നു അവരെ വിളിച്ചു പറഞ്ഞത്. ആക്സിഡന്റ് ആണെന്നാണ് അവരോട് ഗൗതം പറഞ്ഞു. കുറച്ചേരം കൂടെ ഐസിയുവിൽ കിടന്നു. പിന്നെ മുറിയിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു. തലക്ക് നല്ല ഭാരവും ഒപ്പം വേദനയും തോന്നിയിരുന്ന അഞ്ജലിക്ക്. എങ്കിലും തലയേക്കാൾ വേദന തോന്നിയത് ഹൃദയത്തിലായിരുന്നു. ഇത്രയും സംഭവിച്ചിട്ടും ശിവ തന്റെ പ്രണയം കണ്ടില്ലെന്നോർത്ത് അവളുടെ ഹൃദയം വീങ്ങി. അവനിൽ നിന്നൊരു വാക്ക് പോലും തനിക്ക് വേണ്ടി വന്നില്ല. എല്ലാം ഓർത്ത് അവൾ സങ്കടത്തോടെ കിടന്നു. അഞ്ജലിയെ മുറിയിലേക്ക് മാറ്റിയതും രമേശ് അജയ് അവൾ കാണാൻ കയറി. അവരെല്ലാം സമാധാനിപ്പിച്ചു അഞ്ജലി. രമേശ് അവളുടെ അരികിൽ തന്നെ ഇരുന്നു. രമേശിന് കോൾ വന്നു. അയാൾ പുറത്തുപോയി. ആ സമയം ഗൗതമും കീർത്തിയും അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. വേദന ഉണ്ടോടി? അഞ്ജലി നിറഞ്ഞ കണ്ണുകളോടെ ഇല്ലെന്ന് തലയാട്ടി. അവളുടെ വേദന ശിവയോർത്താണെന്ന് ഗൗതമിനെ അറിയാമായിരുന്നു. അവളുടെ കിടപ്പ് കണ്ട് സങ്കടം തോന്നി ഗൗതം പുറത്തേക്ക് തന്നെ പോയി. കീർത്തി അവളുടെ അരികിൽ തന്നെ ഇരുന്നു. എന്തിനാടി നീ? അപ്പം എനിക്ക് അങ്ങനെ തോന്നും. അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്താവും. എനിക്ക് സഹിക്കില്ലടി. അഞ്ജലിയുടെ വാക്കിൽ കേട്ട് കീർത്തി അവളുടെ കയ്യിൽ പിടിച്ചു. ശിവയോടുള്ള അഞ്ജലിയുടെ പ്രണയത്തിന്റെ തീവ്രത കീർത്തി തിരിച്ചറിയുകയായിരുന്നു. ആ സമയമാണ് നിതിൻ ഓടിക്കി വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് അഞ്ജലിയെ കണ്ടതും അവൻ പരിസരം പോലും മറന്ന് അവിടെ അരികിലേക്ക് എത്തി. പരിഭ്രമത്തോടെ അവളെ നോക്കി. എന്തുണ്ടായി? അഞ്ജലി നിതിന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അമ്പരുന്നു. അവൻ അത്രയും സ്നേഹം തന്നോടുണ്ടോ എന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. നിതിൻ അവളുടെ കവിളിൽ പിടിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരെ തനിയെ വിട്ടുകൊണ്ട് അജയ് പുറത്തുപോയി. ഗൗതം അഞ്ജലിയെ നോക്കി കണ്ണുകൊണ്ട് കൂടെയുണ്ടെന്ന് കാണിച്ചു. കുറച്ചു കഴിഞ്ഞതും വിവരറിഞ്ഞ് രാധയും ശാലിനിയും എത്തി. രാധ കരഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ അരികിൽ നിന്നു. രാത്രി ഏറെ വൈകിയതുകൊണ്ട് കൂടുതൽ ആളുകൾ നിൽക്കാൻ പാടില്ല നേഴ്സോ എന്ന് പറഞ്ഞു രമേശ് അവരോടെല്ലാം പോവാൻ പറഞ്ഞു. കീർത്തിയും ഗൗതമും രാത്രി നാൾ മതിയെന്ന് അഞ്ജലി രമേശിനോട് പറഞ്ഞതും ഒട്ടും ആഗ്രഹമില്ലാതെ അവരെല്ലാം തിരിച്ചു പോന്നു. പക്ഷേ നിതിൻ മാത്രം അപ്പോഴും അവിടെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവനും പോയി. കള്ള് ഷാപ്പിലെ ബെഞ്ചിലിരുന്ന് കുപ്പിയോടെ വായിലേക്ക് മദ്യൊഴിക്കുന്ന ശിവയെ നോക്കി ഡാനി ഇരുന്നു. അവനൊന്നും പറഞ്ഞില്ല. അവന്റെ ഉള്ളം തണുക്കുന്നവരെ കുടിക്കട്ടെ എന്ന് ഡാനി കരുതി. അവസാനത്തെ കുപ്പിയും കാലിയാക്കി ശിവ ഡാനിയെ നോക്കി. തീർന്നോ? ഇനി പറയണോ? ഡാനി ദേഷ്യത്തിൽ ചോദിച്ചു. ശിവ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു. എല്ലാം കൂടെ കണ്ട് ഡാനിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ തുറന്ന് പറയണം. അല്ലെങ്കിൽ ആളാണെന്ന് പറഞ്ഞ് ഈ മീശ വെച്ച് നടക്കരുത്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ കുറിച്ച് പറയരുതെന്ന്. ഇന്ന് ഞാൻ പറയും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെല്ലടാ അവള് വന്നേ. ഈ പ്രണയം തോന്നുന്ന പൈസയും സൗന്ദര്യം നോക്കിയിട്ടല്ല. അങ്ങനെ നോക്കി വരുന്ന പ്രണയമല്ല. അവൾക്ക് നിന്നെ വേണം തോന്നി നിന്റെ എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ടല്ലേ. ഡാനി, നീ വാങ്ങുവിൻ്റെ അടുത്തുനിന്ന് പോടാ. നീ തല്ലുമ്പോൾ ഞാൻ കൊള്ളുന്നു. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് അറിയുന്നോണ്ടാ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സ് വെറും കല്ലാണ്. അവിടെ സ്നേഹമില്ല. ഡാനി അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റു. ഡാനി പോകുന്ന ശിവ സിഗരറ്റ് വലിച്ചുകൊണ്ട് നോക്കിയിരുന്നു. അവൻ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ കലർന്നൊരവസ്ഥയിലായിരുന്നു. അവൻ അവിടുന്ന് ഇറങ്ങി ബൈക്കിൽ കയറിയിരുന്നു. ഷർട്ടിൽ അഞ്ജലിയുടെ രക്തം പടുന്ന ഭാഗത്തേക്ക് നോക്കി. മനസ്സിലെ സംഘർഷം കുറക്കാൻ ഒരു വഴിയേ ഉള്ളെന്ന് മനസ്സിലായതും ശിവ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് പോയി. ബൈക്ക് നിർത്തി നേരെ അഞ്ജലിയുടെ മുറി അന്വേഷിച്ചു പോകുമ്പോൾ അതുവരെ ഇല്ലാത്ത വിങ്ങൽ ഹൃദയത്തിൽ രൂപം കൊണ്ടു. ഒടുവിൽ മുറിയുടെ വാതിൽ പതിയെ തട്ടിയതും ഗൗതം വാതിൽ തുറന്നു. ആദ്യം ശിവയുടെ മിഴികൾ പാഞ്ഞത് അഞ്ജലിയിലേക്കായിരുന്നു. അവൾ ഉറങ്ങിയിരുന്നു. ശിവയെ കണ്ടതും ഗൗതം വാതിൽ തുറന്ന് മാറിയിരുന്നു. ശിവ അകത്ത് കയറി അഞ്ജലിയുടെ അരികിലുള്ള കസേരയിൽ ഇരുന്നു. തല ചെരിച്ചു വെച്ച് ഉറങ്ങുന്ന അവളെ തന്നെ നോക്കി ശിവ അങ്ങനെ ഇരുന്നു. മൂക്കിലേക്ക് ചീത്തമണടിച്ചതും അഞ്ജലി മുഖം ചുളിച്ചുകൊണ്ട് കണ്ണു തുറന്നു. മുന്നിലിരിക്കുന്ന ശിവയെ കണ്ടതും വിശ്വാസം വരാതെ അവൾ വീണ്ടും മിഴിച്ചു നോക്കി. ഞാൻ തന്നെയാ ശിവ പറഞ്ഞതും അഞ്ജലി അവനെ ഉറ്റുനോക്കി. അവന്റെ കണ്ണിൽ ആ സമയം ദേഷ്യമില്ലായിരുന്നു. ഒരുതരം ദയനീയ ഭാവമായിരുന്നു. ശിവ കൈകൾ കാൽമുട്ടിൽ കുത്തിവെച്ച് അഞ്ജലിയുടെ അരികിലേക്ക് കുനിഞ്ഞിരുന്നു. നീ എന്ത് കണ്ടിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു? ശിവ ആരാണെന്ന് നിനക്കറിയോ? ഈ കാണുന്നൊന്നുമല്ല ശിവ. എൻ്റെ ജീവിതം എന്താണെന്ന് നിനക്കറിയോ? എനിക്കൊന്നും അറിയണ്ട. അറിയണം. ഞാൻ കൊന്നിട്ടുണ്ട്. ഒന്നല്ല 4 പേരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ ആരെങ്കിലും സ്നേഹിക്കുമോ? പക്ഷെ എനിക്കിഷ്ടമാണ്. അഞ്ജലി വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. അവിടെ ഉറച്ച മറുപടി കേട്ട് ശിവ ഈമ വെട്ടാതെ അവളെ നോക്കി. എൻ്റെ കൂടെ നിനക്ക് സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. നിനക്ക് വേണ്ടൊന്നും തരാൻ എനിക്ക് കഴിയില്ല. ആ മനസ്സിലെ സ്നേഹം മുഴുവൻ എനിക്ക് തന്നാൽ മതി. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. സ്നേഹം? ശിവ പുച്ഛത്തോടെ പറഞ്ഞു. അഞ്ജലി അത്രയും സമയം അവനെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗൗതമും കീർത്തിയും നിന്നു. ഇതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും. ഞാൻ കൊല്ലും കൊലയായിട്ട് നടക്കുന്നവനാ. എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്. ശിവക്ക് പ്രിയപ്പെട്ടതിനെല്ലാം അവർ നശിപ്പിക്കും. ഈ റൗഡി ജീവനോടെ ഇരിക്കുമ്പോൾ ഒരുത്തിന് എന്നെ തൊടില്ല. ഇനി തന്നെ കൊന്നിട്ടാണ് എന്നെ കൊല്ലുന്നെങ്കിൽ എന്നെ അവർ കൊന്നോട്ടെ. റൗഡി ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട. അഞ്ജലിയുടെ വാക്കുകൾ ശിവയുടെ മനസ്സിനെ കുത്തി നോവിച്ചു. അഞ്ജലിക്ക് ശിവയോടുള്ള പ്രണയം കണ്ട് ഗൗതമും കീർത്തി ഒരുപോലെ അമ്പരന്നു. അവളെ നോക്കി ശിവ എണീക്കാന്നു അഞ്ജലി അവന്റെ കയ്യിൽ പിടിച്ചു. ഇപ്പോഴും മനസ്സിലുള്ള പറഞ്ഞില്ല.
ഇതെല്ലാം കാരണങ്ങൾ മാത്രമാണ്. ശിവ അവളുടെ കൈകൾ മാറ്റി തിരിഞ്ഞ് ഗൗതമന്റെ മുമ്പിലേക്കായിരുന്നു. ഗൗതമിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു. ഇത്രയും അവൾ സ്നേഹിച്ചിട്ട് എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ തോന്നുന്നേ? മാറുടെ മുമ്പിന്ന് എനിക്ക് പറയാനുള്ള കൂടെ കേട്ടിട്ട് പോയാൽ മതി. ഇവളിങ്ങനെ പുറകെ നടക്കുന്നതുകൊണ്ടല്ലേ തനിക്ക് ഇത്രയും ജാട. എന്നാ കേട്ടോ, ഇവളിനി തന്റെ പുറകെ വരില്ല. ഗൗതം പറയുന്നിട്ട് അഞ്ജലി അന്നം വിട്ടു. കീർത്തിയും ഗൗതമിനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇവളുടെ കല്യാണം അടുത്ത മാസമല്ല, അടുത്ത ആഴ്ചയാ. ഗൗതമിന്റെ വാക്കിൽ ശിവയുടെ കാലിൽ തുളച്ചു കയറി. ഒപ്പം അഞ്ജലിയും ഞെട്ടി. ഇനി തന്നെ ശല്യം ചെയ്യാൻ അവൾ വരില്ല. തന്നെ ഉള്ള ഇഷ്ടം കൊണ്ടാ ഒന്നും നോക്കാൻ തന്നെ അവൾ സ്നേഹിച്ച്. പക്ഷേ നീ നോക്കിയത് അവിടെ മനസ്സല്ല, കണ്ടത് അവളുടെ സ്നേഹമല്ല. പ്രണയത്തിൽ ഹൃദയം പറയുന്നത് കേൾക്കണം. ഗൗതം ഉള്ളിലെ ദേഷ്യം മുഴുവൻ ശിവയുടെ മുന്നിൽ കെട്ടഴിച്ചു. അവൻ തലയേരിച്ച് അഞ്ജലിയെ നോക്കി. അവൾ ഗൗതമിനെ നോക്കിയായിരുന്നു. ശിവ വീണ്ടും കസേരയിൽ തന്നെ ഇരുന്നു. ഇപ്പൊ കുറച്ച് സങ്കടപ്പെട്ടാലും ഒരിക്കലും ഇതായിരുന്നല്ലെന്ന് നിനക്ക് മനസ്സിലാവും. ദേ വീണ്ടും ഗൗതം പിറുവിറുത്തോട് തലയുടഞ്ഞു. കീർത്തി അവൻ്റെ അടുത്ത് നിന്ന് വേണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നെ വേണ്ടെന്ന് വെക്കാനുള്ള കാരണങ്ങൾ വിടും. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിൽ, രമേശ് നമ്പ്യാരുടെ മോളല്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുമായിരുന്നോ? നിറഞ്ഞ മിഴികളോട് അഞ്ജലി ചോദിച്ചു. ശിവ എഴുന്നേറ്റു. അവളെ വാരിപ്പുണർന്നു. തൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ആ പെണ്ണിനെ കാണാതിരിക്കാൻ അവനപ്പോൾ കഴിയില്ലായിരുന്നു. അവൻ്റെ നെഞ്ചിൽ കിടന്ന് അഞ്ജലി കരഞ്ഞു. ആ കാഴ്ച കണ്ട് ഗൗതവും കീർത്തിയും പുഞ്ചിരിച്ചു. എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അഞ്ജലി നിറഞ്ഞ മനസ്സോടെ കണ്ണുകൾ അടച്ച് അവൻ്റെ ചുംബനെ ഏറ്റുവാങ്ങി. ഇതെല്ലാം കണ്ട് ഗൗതം സന്തോഷത്തോടെ മുറിയിൽ നിന്നിറങ്ങി. അവൻ്റെ കൂടെ കീർത്തിയും വന്നു. ഗൗതം ഫോണെടുത്ത് കാതോരം വെച്ചു. മച്ചാ എല്ലാം സെറ്റ്. എങ്ങനെ? ഡാനി ഞെട്ടി എഴുന്നേറ്റു. ഗൗതം അവിടെ നടന്നെല്ലാം ഡാനിയോട് പറഞ്ഞു. ഡാനി സന്തോഷത്തോടെ എല്ലാം കേട്ടു. അപ്പൊ നമ്മുടെ പ്ലാൻ വർക്കായല്ലേ? ഡാനി പറയുന്നിട്ട് ഗൗതം നിഗൂഢമായി പുഞ്ചിരിച്ചു. അവളുടെ സംസാരം കേട്ടു കീർത്തി ഒന്നും മനസ്സിലാവാതെ ഗൗതമിനോട് കാര്യം ചോദിച്ചു. അവളുടെ കല്യാണം അടുത്തുണ്ടാവെന്ന് പറഞ്ഞ ശിവ അവന്റെ സ്നേഹം പറയുന്നത് ഡാനി എന്ന ഐഡിയ ആണ്. അതാണ് ഞാൻ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു. കണ്ടോ, കൈവിട്ടു പോകുന്ന ഉറപ്പായപ്പോൾ അവൻ വഴിക്ക് വന്ന്. ഹോ, ഞാനെങ്കിൽ ഇത് ശരിക്കും അടുത്ത ആഴ്ചയാണെന്ന്. ഓടി അല്ല, രണ്ടും കൂടെ എന്താ പരിപാടി? ആദ്യം നടക്കുന്നു നോക്കടി. അഞ്ജലിയെ പുണർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു ശിവ. അവൾ അടത്തി മാറ്റാൻ കഴിയാതെ അവന്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് അഞ്ജലി അവനെ നെഞ്ചിൽ പറ്റി കിടന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ. ശിവ വീണ്ടും പറയാൻ തുടങ്ങിയത് അഞ്ജലി അവനെ അവളിൽ നിന്ന് തള്ളി മാറ്റി. ശിവ പുറകിലേക്ക് നീങ്ങി. എന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ റോഡിക്ക്? അവളുടെ ചോദ്യം കേട്ട് ശിവ അവളെ മിഴിച്ചു നോക്കി. അഞ്ജലി പതി എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. ഇഷ്ടമാണെന്ന് ആ വായിൽ നിന്ന് കേൾക്കുന്നൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അന്ന് തന്ന ഉമ്മ ഈ കവിളിൽ തന്നാൽ മതി. ഇനി ആ തന്നില്ലെങ്കിൽ പിന്നെ അഞ്ജലി ഇനി കൺവിട്ടത്ത് വരില്ല. അഞ്ജലി പറഞ്ഞു തന്നു. ശിവയുടെ ചൂടുകൾ അഞ്ജലിയുടെ അടുത്തേക്ക് നീങ്ങിയത്. അഞ്ജലിയുടെ ശരീരം വിറച്ചു. ശിവ ദേഷ്യത്തിൽ പോകുമെന്നായിരുന്നു അഞ്ജലി കരുതിയത്. അവന്റെ മുഖത്തെ ഭാവം നോട്ടെല്ലാം കണ്ട് അഞ്ജലിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അവൾ അവനെ മെഴിച്ചു നോക്കി. ശിവ അവളുടെ താടിയിൽ പിടിച്ച് അവന് നേരെ അവളുടെ മുഖം കൊണ്ടുവന്നു. അഞ്ജലി ഉമിനീരിറക്കി. കിട്ടിയതെന്നും തിരിച്ചു കൊടുത്തേ ശീലമുള്ളൂ, അത് ഇരട്ടിയായി. അവന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അഞ്ജലി ശ്വാസം എടുക്കാൻ പോലും മറന്നു. ശരീരം തളർന്നു. എത്രയൊക്കെ ധൈര്യം കാണിച്ചാലും അവന്റെ നോട്ടത്തിൽ പോലും താൻ പതിരിപ്പോകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവന്റെ പ്രണയം ചുംബനമായി അവൻ അറിയിച്ചതിന്റെ സന്തോഷത്തിൽ അഞ്ജലി ചിരിച്ചുകൊണ്ട് ശിവയെ നോക്കി. ശിവ അവളുടെ മുഖത്തോട് മുഖം കൊണ്ടുവന്നു. ശിവ റൗഡിയല്ലേ, അപ്പം ഇത്തിരി തെമ്മാടിത്തരം കൂടും. അഞ്ജലി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കിയതും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിച്ചത് ഒരുമിച്ചായിരുന്നു. അവളെ വാരിപ്പുണർന്നുകൊണ്ട് അവൻ അവളുടെ അതിരങ്ങളെ കവർന്നു. പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ പേടിച്ചുപോയ അഞ്ജലി അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. അഞ്ജലിയുടെ ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. അവനിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് അഞ്ജലി അവന്റെ മാത്രം സ്വന്തമാവാൻ കൊതിച്ചു. അവളെ ഒന്നിനു വേണ്ടി വിട്ടുകൊടുക്കില്ലെന്ന് ശിവ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവളിലേക്ക് അവന്റെ പ്രണയം ചുംബനമായി പൊഴിഞ്ഞു. അഞ്ജലിയുടെയും ശിവയുടെയും ശബ്ദം കേൾക്കാമെന്നും കീർത്തി പതിയെ വന്ന് വാതിൽ തുറന്നു നോക്കി. അവരുടെ ചുംബനരംഗം കണ്ട് കണ്ണുമിഴിച്ച് കീർത്തി വീണ്ടും വാതിലടച്ച് നെഞ്ചിൽ കൈവച്ച്. അത് കണ്ട് ഗൗതമോട് കാര്യം തിരക്കി. അവിടെ ലിപ് ലോക്കാണടാ. കൈവിട്ടു പോയോ? പോവാൻ സാധ്യതയുണ്ട്. രണ്ടു ഒടുക്കത്തെ റൊമാൻസാ. കീർത്തി പറയുന്നിട്ട് ഗൗതം ചിരിച്ചു. അഞ്ജലിയുടെ പ്രണയം സ്വന്തമായതിന്റെ സന്തോഷത്തിൽ ഗൗതം കസേരയിൽ ചാരിയിരുന്നു. അഞ്ജലിയുടെ അരികിൽ കിടന്ന് അവളെ നെഞ്ചിൽ കിടത്തി അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് കിടക്കുകയായിരുന്നു ശിവ. അഞ്ജലി കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കൈകൾ കൊണ്ട് അവനെ മുറുകെ പിടിച്ചു. അന്നേരം അവരുടെ ചുണ്ടിൽ പുഞ്ചിരിയും ഹൃദയത്തിൽ പ്രണയവും നിറഞ്ഞു. ഞാൻ പോട്ടെ? വേണ്ട. അവനിലേക്ക് ഒന്നുകൂടെ അടുത്തുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ശിവ അവളുടെ കൈകളെ മാറ്റി പതിയെ എഴുന്നേറ്റിരുന്നു. അഞ്ജലി ചുണ്ടുകൂട്ടി അവനെ നോക്കി. അവളുടെ കവിളിൽ തലോടി ശിവ എഴുന്നേറ്റു. സമയം ഒരുപാടായി, നീ ഉറങ്ങിക്കോ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് പോവാം. അഞ്ജലി പറയുന്നിട്ട് ശിവ ചിരിച്ചു. ആദ്യമായിട്ടാണ് ശിവ ചിരിക്കുന്ന അഞ്ജലി കാണുന്നത്. അവന്റെ ചിരിയുടെ ഭംഗിയിൽ ലയിച്ച് അവൾ ഇരുന്നു.
ശിവ പുരികമുയർത്തി എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കിയതും അഞ്ജലി ചുമല് പൊക്കി ഒന്നുമില്ലെന്ന് കാണിച്ചു. ഞാൻ രാവിലെ വരാം. അവളുടെ നെറ്റിയിൽ ചൂണ്ടിയെടുത്തുകൊണ്ട് ശിവ പറഞ്ഞു. അഞ്ജലി ഒട്ടും മനസ്സിലാത്ത തലയാട്ടി. അവളിൽ നിന്ന് മാറാൻ നിന്നു അഞ്ജലി അവന്റെ ഷർട്ടിൽ പിടിച്ച് അവനെ വീണ്ടും അവളിലേക്ക് തന്നെ അടുപ്പിച്ചു. ഇനി കള്ളുടിച്ചാ ഉമ്മ തരില്ല കേട്ടോ. നീ തരണ്ട, ഞാൻ തന്നോളാം. അവളുടെ ചുള്ളിൽ തലോടിക്കൊണ്ട് ശിവ പറഞ്ഞു. അഞ്ജലിയുടെ ശരീരം വിറച്ചു. അവളുടെ കവിളിൽ നാണം വിരിഞ്ഞു. ഇപ്പൊ ഈ നിമിഷം നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ കഴിയില്ല. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുമ്പോൾ മറ്റു പലതും നിനക്ക് നഷ്ടമാവും. ശിവ പറയാൻ തുടങ്ങിയതും അഞ്ജലി അവന്റെ വാപുത്തി അരുതയും തലകൊണ്ട് ആട്ടി. ആ സമയമാണ് ഗൗതമും കീർത്തി അകത്തേക്ക് വന്നു. അവരെ കണ്ടു ശിവ അഞ്ജലിയുടെ അരികിൽ നകന്നു മാറി. അഞ്ജലിയെ നോക്കി ശിവ മുറിയിൽ നിന്നും പോയി. അവൻ പോയതും ഗൗതമും കീർത്തിയും കൂടെ അഞ്ജലിയുടെ അടുത്ത് വന്നിരുന്ന് അവളെ സൂക്ഷിച്ച് നോക്കി. അഞ്ജലി നാണഭിനയിച്ചുകൊണ്ട് മുഖം കുത്തി. ഫസ്റ്റ് കീസ് ഇവിടെ വെച്ച് വേണമായിരുന്നോ? അതിനിത് ഫസ്റ്റ് കീസ് അല്ലല്ലോ. ഗൗതമിന്റെ ചോദ്യങ്ങൾ അഞ്ജലിയുടെ മറുപടി കേട്ട് ഗൗതമും കീർത്തി ഒരുപോലെ ഞെട്ടി. അവർ അഞ്ജലിയിൽ നിന്ന് അറിയാൻ കാത് കൂർപ്പിച്ചു. അതൊക്കെ നേരത്തെ കഴിഞ്ഞതാ മക്കളെ. ദുഷ്ട, അതുമാത്രം എന്നോട് പറഞ്ഞില്ല. ഗൗതം പരിഭവത്തോടെ പറഞ്ഞു. അഞ്ജലി ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ ചാരിയിരുന്നു. പിന്നെ എന്റെ ചെക്കന് ഉമ്മ കൊടുത്തൊക്കെ നിന്നോട് ഞാൻ പറയില്ലേ? ഗൗതം അവളെ ചേർത്ത് പിടിച്ചു. അവരുടെ സ്നേഹം കണ്ട് കീർത്തി പുഞ്ചിരിച്ചു. കീർത്തിക്കൊന്നും അത്ഭുതമായിരുന്നു അവരുടെ ബന്ധം. ഒരു കൂടെപ്പിറപ്പായും സുഹൃത്തുക്കളായും അവരുടെ ലോകത്ത് അവർ മാത്രമായിരുന്നു. പലപ്പോഴും കീർത്തിക്ക് പോലും അവരുടെ സൗഹൃദം കണ്ട് അസൂയ തോന്നിയിട്ടുണ്ട്. അവർക്കിടയിൽ മൂന്നാമനായി കീർത്തി വന്നിട്ടുണ്ടെങ്കിലും അവർക്കിടയിൽ മാത്രമുള്ള ഒരു ബോണ്ടുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതിൽ അവൾക്ക് പരിഭവമില്ലായിരുന്നു. കാരണം അവരുടെ സ്നേഹം അത്രമാത്രം അവൾക്കും അറിയാം. അവരെ നോക്കിയിരിക്കുന്ന കീർത്തിയെ നോക്കി ഗൗതം കൈനീട്ടിയത്. കീർത്തി സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവന്റെ മറ്റേ തോളിൽ ചാടിയിരുന്നു. അവരുടെ സൗഹൃദം എന്നും ഇങ്ങനെയാണ്. പരിഭവങ്ങൾക്ക് സ്ഥാനമില്ല. സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ് അവരുടെ ലോകം. ശിവ വീട്ടിലെത്തി അകത്തേറാൻ നിൽക്കുമ്പോഴാണ് ഡാനി വാതിൽക്കൽ തന്നെ നിൽക്കുന്നത് കണ്ടത്. ശിവ അവനിൽ നിന്ന് മുഖം മാറ്റി അകത്തേറാൻ നോക്കി. പക്ഷേ ഡാനി സമ്മതിച്ചില്ല. എന്താടാ നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എവിടെയായാലും നിനക്കെന്താ? ഇപ്പൊ അങ്ങനെയായോ? നിന്റെ പ്രേമത്തിന് വേണ്ടി എനിക്ക് നഷ്ടമായത് 2 പല്ല. എന്നിട്ട് അവളോട് പോയി എല്ലാം പണ്ടെന്ന് എനിക്ക് എന്നോട് പറയാൻ വയ്യല്ലേ? നീ അറിയാണ്ടിരിക്കില്ലല്ലോ. ഞാനെങ്ങനെ അറിയാനാ? ശിവ ഡാനിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി. ഡാനി അവനെ സൂക്ഷിച്ച് നോക്കി. മോനെ ഡാനി, നീ ചെറുവിരൽ അനക്കിയാൽ ഈ ശിവ അറിയും. വല്ലാതെ അഭിനയിക്കല്ലേ? ഡാനി അവനെ നോക്കി ഇടിച്ചു. ശിവ അവനിൽ നിന്നും പിടിവിട്ട് അകത്തേക്ക് നടന്നു. ഷർട്ട് അയച്ച് ശിവ ബാത്റൂമിൽ കയറാൻ നിന്നു. ഡാനി അവന്റെ മുമ്പിലേക്ക് നിന്നു. എന്നാ അവൾ അടിച്ചുകൊണ്ട് വരുന്നേ? ശിവ ദേഷ്യത്തിൽ അവനെ നോക്കിയതും ഡാനി പേടിച്ച് വേഗം മാറിയിരുന്നു. അവൻ പോയതും ഡാനി ചിരിയോടെ കിടന്നു. രാവിലെ ഡോക്ടർ വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഗൗതമിന് ആശ്വാസമായത്. 2 ദിവസം കൊണ്ട് കിടന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അഞ്ജലിക്ക് വേദന കുറവുണ്ടായിരുന്നു. അന്ന് പകൽ രാധ വന്ന് അവളുടെ കൂടെ നിന്നു. രാത്രി ഗൗതം തന്നെ നിന്നു, കൂടെ കീർത്തി. എല്ലാവരും പോയി കഴിഞ്ഞതും അവളെ കാണാൻ ശിവ വന്നു. അന്ന് രാത്രി മുഴുവൻ അവൻ അവളുടെ കൂടെയിരുന്നു. അവന്റെ സ്നേഹം കൂടുതൽ അറിയും തോറും അഞ്ജലി ശിവയിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. അവളിൽ നിന്ന് അകലാൻ കഴിയാതെ ശിവയും. പിറ്റേന്ന് ഡിസ്ചാർജായി അഞ്ജലിയെ വീട്ടിൽ കൊണ്ടുവന്നു. അഞ്ജലിയെ കണ്ടത് രാധ അവൾക്ക് ഭക്ഷണം എടുത്ത് വെച്ചു. അവൾക്ക് വാരി കൊടുത്തു. അത് കണ്ട് കുറുമ്പോട് അജയും വാകുളിച്ചു. രാധ ചിരിച്ചുകൊണ്ട് അവനും കൊടുത്തു. അതുകൂടെ കണ്ടപ്പോൾ ഗൗതവും അടങ്ങിയിരുന്നില്ല. അവനും വാപ്പൊളിച്ചുകൊണ്ട് അവിടെ മുമ്പിൽ കയറിയിരുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ സന്തോഷ നിമിഷത്തിൽ അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞു. ആരും കാണാതെ തുടച്ചുകൊണ്ട് അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ആ വീടിന്റെ സന്തോഷം നശിപ്പിച്ചാണ് താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പോകുന്നത്. ഇതുവരെ ഒരു വാക്കുകൊണ്ടുപോലും തന്നെ നോവിക്കാത്ത പപ്പയും അമ്മയും, ജീവനെ പോലെ സ്നേഹിക്കുന്ന ഏട്ടൻ, എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ തന്നെ അവർ ശപിക്കുമെന്നോർത്ത് അവളുടെ ഹൃദയം വിങ്ങി. രാത്രി അഞ്ജലിയെ മുറിയിൽ കിടത്ത് എല്ലാവരും താഴെ പോയി. അവൾ ബെഡിൽ ചെരിഞ്ഞു കിടന്നു ശിവയെ ഓർത്തു. കൈകൾ പതിയെ ചൂണ്ടിൽ തൊട്ടതും അവളിൽ കുളിരി നിറഞ്ഞു. അവൾ കണ്ണടച്ചവനെ മനസ്സിലേക്ക് ആവാഹിച്ചു. പെട്ടെന്നാണ് ഫോൺ റിങ്ങിയത്. അഞ്ജലി അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നു. നിതിനാണെന്ന് കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം എങ്ങോ പോയി. ഒട്ടും ഇഷ്ടമില്ലാതെ ഫോൺ എടുത്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്ന് കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ലേ? വേദനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാം, എന്തെങ്കിലും ഒന്ന് പറ. ഫോൺ എടുത്ത് നിതിൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് മറുപടി നൽകാനുള്ള സമയം പോലും അവൻ നൽകിയില്ല. അഞ്ജു എന്താ മിണ്ടാത്ത്? സംസാരിക്കാൻ വയ്യേ? സംസാരിക്കാൻ സമയം കിട്ടണ്ടേ? എല്ലാം നീ തന്നെയല്ലേ പറയുന്നു. സോറി, ഞാൻ പെട്ടെന്ന്. കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്. എന്താ ആവശ്യം വിളിച്ചു, ഞാൻ വരാം കേട്ടോ. അവൻ ഫോൺ വെച്ചത് അഞ്ജലി ദേഷ്യത്തിൽ ഫോൺ ബെഡിലേക്ക് വെച്ചു. ഇത്രയും നാളില്ലാത്ത സ്നേഹം പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ വീണ്ടും അടിച്ചത്. അവനാവുമെന്ന് കരുതി അവൾ ദേഷ്യത്തിൽ വീണ്ടും ഫോൺ എടുത്ത് നോക്കിയതും അറിയാത്ത നമ്പർ കണ്ട് അഞ്ജലി ഫോൺ എടുത്തു. ഹലോ, ഞാനാ നിന്റെ റൗഡി. ശിവയാണെന്ന് മനസ്സിലായത് അഞ്ജലിയുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു. അവന്റെ വാക്കുകൾ കേൾക്കാൻ അവൾ കൊതിച്ചു. നമ്പർ എങ്ങനെ? നിന്റെ നമ്പർ കിട്ടാനാണോ അത്ര പണി? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പോഴാണ് വീട്ടിൽ പോയി തറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വേദന കുറവുണ്ട്. എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ?
നിതിൻ ചോദിച്ചത്ര പോലും ശിവ സംസാരിച്ചില്ലെന്ന് ഓർത്തപ്പോൾ അഞ്ജലിക്ക് സങ്കടം തോന്നി. എന്താണ് മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഇല്ല. ദയന വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ. കാര്യം പറഞ്ഞോടി പുല്ലേ. ശിവ ദേഷ്യത്തിൽ അറിയത് അഞ്ജലി അറിയാതെ ചിരിച്ചു പോയി.